നമ്മുടെ പിണറായി വിജയൻ സഖാവിന്റെ സർക്കാരിനെ സമ്മതിക്കണം. കോൺഗ്രസ്സുകാരേക്ക് അവരെ കണ്ടുപിടിക്കണം. ഈ ഇരട്ടച്ചങ്ങിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ മനസ്സലിവ്, കാരുണ്യം, കരുതൽ, ദയാവായ്പ്, ആവശ്യത്തിന് ഉതകിയവരെ അല്ലെങ്കിൽ സഹായിച്ചവരെ ഒരിക്കലും മറക്കില്ല, കൈവിടില്ല. അതാണ് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും നയം, മുഖമുദ്ര. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3-ാം പ്രതി നമ്മുടെ സഖാവ് കൊടിസുനി ജയിലിൽ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന് നിയമങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും എല്ലാം മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് 30 ദിവസത്തെ പരോൾ അനുവദിച്ച ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി നമുക്ക് പിണറായി വിജയന്റെ ഈ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കും. ടി.പി. ചന്ദ്രശേഖരനെ ഉന്മൂലനം ചെയ്യുക വഴി CPM-ന്റെ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് സാധിച്ചത്. അദ്ദേഹത്തെ വെച്ചു വാഴിച്ചാൽ പാർട്ടിയുടെ അടിത്തറ തന്നെ തൂണ്ടും എന്നായപ്പോഴാണ് പാർട്ടി കോടതി കൂടി അല്ലെങ്കിൽ നേതാക്കൾ ഇരുന്നിട്ട് ഒരു തീരുമാനമെടുത്തത്. ടി.പി. ചന്ദ്രശേഖരനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക. അപ്പോൾ ആ ജോലി നിർവഹിക്കുന്നതിന് സ്വയം മുന്നോട്ട് വന്ന പാർട്ടിയുടെ ധീര ഭടന്മാരിൽ ഒരാളായിരുന്നു കൊടിസുനി. ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് സഖാവ് കൊടിസുനിയും സംഘവും ആ കൃത്യം നിർവഹിക്കുകയും ചെയ്തു. ടി.പി.യെ വധിച്ചു എന്നുള്ളതിൽ മാത്രമായിരുന്നില്ല പാർട്ടിയുടെ സന്തോഷം അല്ലെങ്കിൽ തൃപ്തി. പാർട്ടി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർക്ക് എന്നേക്കുമായിട്ടൊരു പാഠം നൽകത്തക്കവണ്ണം 52 വെട്ടുവെട്ടി അദ്ദേഹത്തെ ഇല്ലാതാക്കി എന്നുള്ളതിലായിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം പോലീസിന്റെ അന്വേഷണം നടന്നപ്പോൾ അതിന്റെ പിന്നിലെ ഗൂഢാലോചനയിലേക്ക് കാര്യമായ അന്വേഷണം നടന്നില്ല. അത് നടന്നിരുന്നുവെങ്കിൽ നേതാക്കളായി ഞങ്ങൾ പലരും അകത്തു പോകുമായിരുന്നു. ഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു അന്വേഷണം ഗൂഢാലോചനയിലേക്ക് പോകാതിരുന്നതിന്. അതുകൊണ്ട് വാസ്തവം പറയുകയാണെങ്കിൽ ഞങ്ങൾ കൂടി അനുഭവിക്കേണ്ട ശിക്ഷയാണ് ഇപ്പോൾ കൊടിസുനിയും സംഘവും ജയിലിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സഖാവാണ് കൊടിസുനി, പാർട്ടിയുടെ ധീരഭടൻ. അങ്ങനത്തെ ഒരാളെ, പാർട്ടിക്ക് വേണ്ടി ഏതു ത്യാഗവും സഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന സഖാവിനെ ഒരു നിസാര കുറ്റത്തിന്, പാർട്ടിയുടെ ശത്രുവായ ഒരാളെ 52 വെട്ടുവെട്ടി നിഷ്കരണം വധിച്ചു എന്ന ഒരു കുറ്റത്തിന്, അതിനെ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചു എന്നത് പോവട്ടെ, പിന്നീട് ഒരിക്കലും പരോൾ പോലും നൽകാതെ ജയിലിൽ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ? അത് ശരിയല്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം. പാർട്ടി അത് സർക്കാരിനോട് പറഞ്ഞു. പാർട്ടി പറയുകയും സർക്കാർ അത് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇരു ചെവി അറിയാതെ നടപ്പാക്കുക, അതാണ് നമ്മുടെ നയം, അതാണ് നമ്മുടെ കഴിവ്. തവനൂർ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കൊടിസുനി പരോൾ ഉത്തരവൊക്കെ ഇറങ്ങിയതിനു ശേഷം മോചിതനായതിനു ശേഷമാണ് പൊതുജനം അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. എന്നിട്ട് കേരളത്തിലെ മാപ്രകൾ പോലും ആ വിവരം അറിയുന്നത് കൊടിസുനിയുടെ മോചനം അല്ലെങ്കിൽ കൊടിസുനി ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരുന്നു. 2018 ശേഷം 6 വർഷത്തേക്ക് കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. ശാന്തനും സൽസ്വഭാവിയും സമാധാനപ്രിയനുമായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദീർഘകാലം പരോള് ലഭിക്കാതെ പോയത്. 2018 കിട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു വയനാടുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായി. അത് കഴിഞ്ഞ് പൂജപ്പുര ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് അദ്ദേഹത്തെ വിയ്യൂരിലേക്ക് മാറ്റി. അവിടെ ചെന്നപ്പോൾ വീണ്ടും ഫോണിന്റെ ഉപയോഗം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൊടിസുനിയെ പോലെ ഒരാൾക്ക്, അദ്ദേഹം ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും മൊബൈൽ ഫോൺ ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? അദ്ദേഹം ജയിലിലാണെന്നുള്ളത് ശരി, സമ്മതിച്ചു. പക്ഷേ ജയിലിന് പുറത്ത് അദ്ദേഹം നിയന്ത്രിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, ഓരോരുത്തരെ ഓരോ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് നിയോഗിക്കണം. അതൊക്കെ ടെലിഫോൺ ഇല്ലാതെ എങ്ങനെയാ സാധിക്കുക? ജയിലിൽ കിടക്കുമ്പോഴേ പരസ്പരം സംസാരിച്ച് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്. വിയ്യൂർ ജയിലില് മൊബൈൽ ഫോൺ പിടിച്ചപ്പോൾ അവിടുത്തെ തന്നെ കൂടുതൽ അതീവ സുരക്ഷയുള്ള ജയിലിലേക്ക് മാറ്റി. അതും പോരാഞ്ഞ് ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെ
ഇടയ്ക്ക് 2 പൊട്ടിച്ചു. ഇതുപോലുള്ള ചില നിസ്സാര കുറ്റങ്ങൾ, അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ 6 വർഷമായിട്ട് പരോൾ നിഷേധിച്ചത്. പിന്നീടാണ് സഹാബ് കൊടിസുനിയിലെ വിപ്ലവകാരിയെ, കലാപകാരിയെ നാം കാണുന്നതും തിരിച്ചറിയുന്നതും. 2023 നവംബറിൽ ജയിലിൽ, അതീവ സുരക്ഷയുള്ള ജയിലിൽ തടവുകാരെ സംഘടിപ്പിച്ച് കലാപം നടത്തിയത് അദ്ദേഹമായിരുന്നു. ആ കലാപത്തിന് നേതൃത്വം കൊടുത്തത് കൊടിസുനിയായിരുന്നു. അതങ്ങനെയാണ് കേട്ടോ. ജയിലിലായാലും എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നേതാവ് തന്നെയാണ്. അത് കൊട്ടേഷൻ സംഘത്തിന്റെ കാര്യത്തിലായാലും ജയിലിൽ കലാപം നടത്തുന്നതിൻ്റെ കാര്യത്തിലായാലും. ഈ കാരണങ്ങളുടെ പേരിൽ മാത്രം CPM-ന് വേണ്ടപ്പെട്ട ഒരാളിന് പരോൾ നിഷേധിക്കുന്നത് ശരിയാണോ, ന്യായമാണോ? 6 വർഷമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണുന്നതിന്, അമ്മയെ കാണുന്നതിന് പരോൾ വേണ്ടേ? ഇടയ്ക്കിടയ്ക്ക് അവർ ഇങ്ങോട്ട് വന്ന് സന്ദർശിക്കുന്നത് പോലല്ലോ. നാട്ടിലിറങ്ങി സ്വതന്ത്രമായി വിഹരിക്കാൻ ഒരു അവസരം കൊടുക്കേണ്ടതല്ലേ? അപ്പോഴാണ് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷന്റെ റൂട്ട് പിടിച്ചത്. അവിടെ ഒരു പരാതി കൊടുത്തു. അമ്മയെ കൊണ്ടാ കുടിപ്പിച്ചത്. ജയിലിൽ കഴിയുന്ന ഒരു തടവ് പുള്ളിക്ക് പരോൾ നൽകണമെന്ന് ഉത്തരവിടാനോ അല്ലെങ്കിൽ ശുപാർശ ചെയ്യാനോ മനുഷ്യാവകാശ കമ്മീഷന് യാതൊരു അധികാരവും ഇല്ല എന്ന് കമ്മീഷൻ തന്നെ വെളിപ്പെടുത്തിയതാ. അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞുപോയി. ഈ കൊടിസുനിയുടെ പരോൾ അപേക്ഷ എപ്പോഴെങ്കിലും പരിഗണിക്കുമ്പോൾ അമ്മ തന്ന ഒരു പരാതിയിൽ പറയുന്ന മാനുഷിക പരിഗണന, അതൊന്ന് നോക്കിയേക്കണം, ഒന്ന് പരിഗണിച്ചേക്കണം എന്ന് പറഞ്ഞുപോയി. അത് മതിയല്ലോ. ഗവൺമെന്റ് അതേ കയറി പിടിച്ചു. അതായത് ഒരു തുരുമ്പെങ്കിലും കിട്ടിയാൽ, ഒരു പിടിവള്ളി കിട്ടിയാൽ അതിനെ വെച്ച് പരിപ്പിക്കാൻ CPM-നോ CPM നയിക്കുന്ന സർക്കാരിനോ ഉള്ള കഴിവ് മറ്റാർക്കെങ്കിലും ഉണ്ടോ? ഇവിടെയാണ് നമ്മുടെ ജയിൽ മേധാവിയുടെ കുശാഗ്ര ബുദ്ധിയും വൈഭവവും കാര്യപ്രാപ്തിയുമൊക്കെ മനസ്സിലാക്കിയത്. അദ്ദേഹം ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിയെ അല്ലെങ്കിൽ ഉത്തരവിനെ വളരെ മനോഹരമായിട്ടങ്ങ് വ്യാഖ്യാനിച്ചു. പരോൾ പരിഗണിക്കുമ്പോൾ ഈ മാനുഷിക പരിഗണന ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞത് പരോൾ നൽകുന്നതിനുള്ള അനുമതിയായിട്ട് അദ്ദേഹം അങ്ങ് വ്യാഖ്യാനിച്ചു. ചേടാ, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ മറ്റാരെങ്കിലോ വിളിച്ചു പറഞ്ഞാൽ അതനുസരിക്കുകയല്ലാതെ ജയിൽ മേധാവിക്ക് മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? അതിനാണല്ലോ നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ നിയമം, ചട്ടം, വ്യവസ്ഥ അതൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം? അതൊക്കെ അതിന്റെ പാട്ടിൽ പോകട്ടെ. അപ്പോൾ പാർട്ടി പറഞ്ഞതുപോലെ, സർക്കാരല്ല, വാസ്തവത്തിൽ പാർട്ടിയാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞതുപോലെ ചെയ്യുക എന്നല്ലാതെ അതിനനുസരിച്ച് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ വ്യാഖ്യാനിക്കുകയല്ലാതെ ജയിൽ മേധാവിക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ഈ ഒരു വ്യാഖ്യാനം നൽകിയ മഹാനുഭാവനായ ജയിൽ മേധാവിയെ വ്യാഖ്യാന പടു എന്നോ മറ്റോ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. വാസ്തവത്തിൽ സർക്കാർ ഒരു കാര്യം ഓർക്കണം. ഇത്തരത്തിലുള്ള മുത്തുകളെ വെറുതെ ഈ ജയിൽ പോലെയുള്ള വിരസ തസ്തികകളിൽ ഇരുത്തരുത്. അവരെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ഇങ്ങനെ നിയമവ്യവസ്ഥകളെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വെറുതെ ജയിൽ മേധാവിയായി ഇരുന്ന് അദ്ദേഹത്തിന്റെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകരുത്. ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവായിട്ടോ മറ്റോ വേണമെങ്കിൽ നിയമിക്കാവുന്നതാ. ആലോചിക്കാവുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ മുമ്പിൽ വരുന്ന ഈ നിയമപരമായ കൊസ്രാക്കുള്ളികള്, അതിന്റെ കെട്ടൊക്കെ അഴിക്കാൻ ഈ വ്യാഖ്യാന പടുവിന് ചിലപ്പോൾ സാധിച്ചേക്കും. അത് മാത്രമല്ല, മറ്റൊന്നുകൂടി ആലോചിക്കാം. അതല്ലാതെ അദ്ദേഹത്തിന് പറ്റിയ മറ്റേതെങ്കിലും വളരെ പ്രമുഖമായ തസ്തികകൾ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഇനിയും സർവീസില് സമയമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്ന കാര്യം ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം സർക്കാരിന്, പാർട്ടിക്ക് ഒരാവശ്യം വന്നപ്പോൾ സഹായിച്ച ആളാണ് എന്ന കാര്യം മറക്കരുത്. ഈ കൊടിസുനി സഹാബിന് പരോൾ നൽകുന്നതിനെതിരായിട്ട് പോലീസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനൊരു വ്യാഖ്യാനമുണ്ട്. അതും ജയിൽ അധികൃതരുടേതാണ്. കാരണം അത്തരത്തിൽ എതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടന്ന്
അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് പരോൾ നൽകാൻ നമ്മുടെ ജയിൽ മേധാവിക്ക് അധികാരം ഉണ്ടത്രേ. പിന്നെ എന്തിനാണോ ഇത്തരം പോലീസ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പ്രൊമോഷൻ ഓഫീസർ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം ഇങ്ങനെയാണെങ്കിൽ ഇനി ഒരുപക്ഷെ കൊടിസുനി പരോള് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷ തന്നെ ജയിൽ മേധാവി ഇളവ് ചെയ്യുമോ എന്ന് കണ്ടറിഞ്ഞാൽ മതി. അങ്ങനെ എങ്ങാനും ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ട ജയിൽ മേധാവി, അങ്ങ് ഈ TP വധക്കേസിലെ മറ്റു പ്രതികളുടെ കാര്യം കൂടെ പരിഗണിക്കണം, മറക്കരുത്.